നമസ്കാരം. KPCC പ്രസിഡന്റും പേരാവൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ DCC ജനറൽ സെക്രട്ടറി തോമസ് വർഗീസ്. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് KPCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ DCC ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ തോമസ് വർഗീസ് തെരഞ്ഞെടുപ്പിന് ശേഷം രംഗത്ത് വന്നത്. സുധാകരനെതിരെ അയച്ച കത്തിലെ ഒപ്പ് ശാസ്ത്രീയമായി പരിശോധിക്കണം. ഒപ്പ് തൻ്റെ തന്നെയാണെന്ന് തെളിയിച്ചാൽ സണ്ണി ജോസഫ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ എന്ന് തോമസ് വർഗീസ് വെല്ലുവിളിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഷ്ട്രീയത്തിൽ തന്നെ വളർത്തിയ മുഴുവൻ ഗുരുസ്ഥാനീയരെയും പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തിയ വ്യക്തിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരനെ മത്സരിപ്പിക്കുന്നതിൽ പിന്നിൽ നിന്ന് കുത്തിയത് സണ്ണി ജോസഫാണ്. സുധാകരൻ മത്സരിച്ചാൽ തനിക്ക് മന്ത്രിയാവാൻ കഴിയില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് സുധാകരനെ പിന്നിൽ നിന്ന് കുത്തിയത്. സുധാകരനെ മത്സരിപ്പിക്കാതിരിക്കാൻ AICCക്ക് കത്ത് നൽകിയതും സണ്ണി ജോസഫാണെന്ന് തോമസ് വർഗീസ് പറഞ്ഞു. കത്തിലെ ഒപ്പ് സണ്ണി ജോസഫിൻ്റേത് തന്നെയാണ്. താൻ നേരത്തെ സഹകരണ ബാങ്ക് പ്രസിഡന്റായ വേളയിൽ വിവിധ പേപ്പറുകളിൽ സണ്ണി ജോസഫിൻ്റെ ഒപ്പ് പലവട്ടം കണ്ടതാണ്. മുൻകാല തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്ന് KP നൂറുദ്ദീനെയും AD മുസ്തഫയും തോൽപ്പിച്ചത് സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിലായിരുന്നുവെന്നും തോമസ് വർഗീസ് പറഞ്ഞു. സണ്ണി ജോസഫ് അധികാരം ഉപയോഗിച്ച് തൻ്റെ കുടുംബാംഗങ്ങൾക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ജോലി കൊടുത്തത് മതിയായ യോഗ്യതയില്ലാതെയാണ്. എന്നാൽ ഒരൊറ്റ പാർട്ടി പ്രവർത്തകനും ഇദ്ദേഹം ഒരു ഉപകാരവും ചെയ്തിട്ടില്ലെന്ന് തോമസ് വർഗീസ് പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റി നൽകിയ തെരഞ്ഞെടുപ്പ് ഫണ്ട് അന്നത്തെ DCC പ്രസിഡന്റായി സണ്ണി ജോസഫ് മുക്കി. DCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ N രാമകൃഷ്ണനിൽ നിന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ കൈക്കലാക്കി. പിന്നീട് N രാമകൃഷ്ണനെതിരെ മത്സരിക്കുന്ന സുധാകരന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായെന്നും തോമസ് വർഗീസ് ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടി ഭരണഘടന പ്രകാരമല്ലെന്ന് വർഗീസ് തോമസ് പറഞ്ഞു. ഏകപക്ഷീയമായി തന്റെ വിശദീകരണം ചോദിക്കാതെയാണ് പുറത്താക്കിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്താക്കിയത് അതിനു മുൻപ് നടപടി എടുത്തിരുന്നുവെങ്കിൽ പേരാവൂരിൽ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താൻ തനിക്കാവുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ്. ദീർഘകാലം സണ്ണി ജോസഫിനൊപ്പം നിന്ന തനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ പല കാര്യങ്ങളുമുണ്ടെന്നും തോമസ് വർഗീസ് പറഞ്ഞു. ക്രിസ്ത്യാനികൾ BJPയിലേക്ക് പോകുന്നുവെന്ന പ്രചരണം നടത്തി റോമൻ കത്തോലിക്ക സഭയുടെ പ്രതിനിധി കോൺഗ്രസ് നേതൃത്വത്തിൽ വരണമെന്ന് സഭയിലെ ബിഷപ്പുമാർ സോണിയാഗാന്ധിക്ക് കത്തെഴുതിയത് കൊണ്ടാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷ പദവിയിലെത്തിയത്. കണ്ണൂർ ജില്ലയിലെ ക്രിസ്ത്യൻ നേതാക്കളെ മുഴുവൻ വെട്ടിനിർത്തി. പൈലി വാദിയാട്ട് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് വിട്ടത് സണ്ണി ജോസഫിന്റെ കുത്തിത്തിരിപ്പ് കാരണമാണെന്നും തോമസ് വർഗീസ് കുറ്റപ്പെടുത്തി. തന്നെ വളർത്തി വലുതാക്കിയവരെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നേതാവാണ് സണ്ണി ജോസഫ്. KP നൂറുദ്ദീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ രഹസ്യയോഗം ചേർന്നു. പേരാവൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒന്നും തന്നെ MLA എന്ന നിലയിൽ ചെയ്തിട്ടില്ല. ഇരട്ടി താലൂക്ക് ഓഫീസ് വന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എടുത്ത തീരുമാനപ്രകാരമാണെന്ന് തോമസ് വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം കണ്ണൂർ നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച കത്ത് താനാണ് എഴുതിയെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മുൻപ് പ്രതികരിച്ചത്. സുധാകരന് സീറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് പ്രചരിച്ച കത്ത് വ്യാജമാണെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. കത്തിന് പിന്നിൽ താനാണെന്ന് തെളിയിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ MLA സ്ഥാനം രാജിവെക്കാൻ താൻ തയ്യാറാണെന്നും ഇരട്ടിയിൽ വെച്ച് സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. സുധാകരന് താനുമായി ഒരു പ്രശ്നവുമില്ല. തൻ്റെ പേരിലുള്ള വ്യാജ കത്ത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നുമായിരുന്നു സണ്ണി ജോസഫിൻ്റെ പ്രതികരണം.